ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ AU ബാങ്കിന്റെ നോമോ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇതൊരു FD ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് അറിയാം FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ സെക്യൂർ ക്രെഡിറ്റ് കാർഡ്, അതായത് നമ്മളൊരു FD ഇട്ടിട്ട് അതിന്റെ അഗെയിൻസ്റ്റ് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് അറിയാം ഇത് ആക്ച്വലി ലൈഫ് ടൈമറി ക്രെഡിറ്റ് കാർഡ് അല്ല കേട്ടോ. ഇത് നമുക്ക് ആക്ച്വലി ജോയിൻ ഫീസ് വരുന്ന 199 പ്ലസ് GST വരുന്നുണ്ട്. പക്ഷേ 199 ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സും എയർപോർട്ട് ലോഞ്ചസും അങ്ങനെ കുറേ സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 199 രൂപ വലിയ പ്രോബ്ലം ഇല്ലാത്ത സംഭവമാണ്. പിന്നെ AU ബാങ്കിന്റെ നോർമലി ഒരു അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നോർമൽ അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡിലേക്കും അപ്ഗ്രേഡ് ഓഫർ ഒക്കെ വരാറുണ്ട് ഇവർക്ക്. അപ്പോൾ AU ബാങ്കിന്റെ നിങ്ങൾക്ക് കാര്യം അറിയും, ഇതൊരു സ്മോൾ ഫൈനാൻസ് ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ആക്ച്വലി AU ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ലോൺ ഓഫറും എന്താ പറയുക പ്രീ അപ്രൂവ്ഡ് കാർഡ് ഓഫറും പ്രീ അപ്രൂവ്ഡ് കാർഡ് ഓഫറും ഒക്കെ നമുക്ക് നോർമൽ ബാങ്ക് വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും, നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റമർ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന AU ബാങ്കിന്റെ നോമോ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിന് ആക്ച്വലി മിനിമം FD റേറ്റ് വരുന്നത് 5000 to 10000 ആണ് കേട്ടോ. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും. ചിലർക്ക് 5000 കിട്ടാറുണ്ട്, ചിലർക്ക് 10000 വരാറുണ്ട്. അതായത് FD ലിമിറ്റ്, ഇത്ര FD ഇട്ടാലും കാർഡ് കിട്ടുള്ളൂ സംഭവമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GST പോലെ മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ക്വാളിഫിക്കേഷനും എന്താ പറയുക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് IT യിലുണ്ട്, ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ സർട്ടിഫിക്കേഷനും എടുക്കാറുണ്ട്. നമ്മുടെ റീസെൻ്റ്ലി ഞാൻ എടുത്തേക്കുന്ന NISM സർട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ സെബിയുടെ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചിരുന്നുണ്ട്. അത് ഓൺലൈൻ നിങ്ങൾക്ക് എന്താ പറയുക NISM നമ്മുടെ വെബ്സൈറ്റ് ത്രൂ എടുക്കാൻ പറ്റും. കുറേ ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും സർട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ അത് ഇതിന് പ്രമോഷൻ വിചാരിക്കുന്നുണ്ട്. NISM എന്ന് പറയുന്നത് സെബിയുടെ കറണ്ട് പോയി, സെബിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ കറണ്ട് പോയി തരുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റുഡിയോ ലൈറ്റ് അത്യാവശ്യം നല്ല പവർഫുൾ, അതുകൊണ്ട് തന്നെ അത് ഇൻവെർട്ടറിൽ ആവില്ല. അപ്പോൾ അതാണ് ലൈറ്റ് കറണ്ട് പോയപ്പോൾ അത് കട്ട് ചെയ്ത് കിട്ടാം. അപ്പോൾ എന്നാലും നമുക്ക് ഇതിൻ്റെ റിവാർഡ് സിസ്റ്റത്തിലേക്ക് പോകാം. നമുക്ക് ആക്ച്വലി വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് 500 റിവാർഡ് പോയിന്റ് നമുക്ക് കാർഡ് കിട്ടി കഴിഞ്ഞിട്ട് 1030 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 500 റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് റേറ്റിംഗ് നോക്കി നോക്കാം. നമുക്ക് 2 റിവാർഡ് പോയിന്റ് ഫോർ എവരി 100 rupees സ്പെൻഡ് ഓൺ റീറ്റെയിൽ പർച്ചേസ് ആണ് നമുക്ക് കിട്ടുക. പിന്നെ 1 റിവാർഡ് പോയിന്റ് ഫോർ എവരി 100 rupees സ്പെൻഡ് ഓൺ യൂട്ടിലിറ്റി ആൻഡ് ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇൻഷുറൻസിനൊക്കെ നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാഷ്, റെന്റ്, എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, EMI, ഫ്യൂവൽ, BPPS ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് എലിജിബിൾ ഫോർ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമുക്ക് 100 റിവാർഡ് പോയിന്റ് ആണ് പെർ ട്രാൻസാക്ഷൻ. ഒരു സ്പെൻഡിൽ നമുക്ക് മാക്സിമം കിട്ടും കേട്ടോ. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റും ഉണ്ട്. അതായത് നമുക്ക് 25,000 രൂപ നമ്മൾ റീറ്റെയിൽ സ്പെൻഡ് നമ്മൾ ഒരു ക്വാർട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ 500 എക്സ്ട്രാ റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഫ്യൂവലും ക്യാഷ് ട്രാൻസാക്ഷൻസും ഇതിൽ കണക്ക് കൂട്ടില്ല. അപ്പോൾ അത് ബാക്കി POS ട്രാൻസാക്ഷൻ മെയിൻ നോക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ നമുക്കതിൽ ലോവർ ഇന്റർനാഷണൽ മാർക്കപ്പ് ചാർജ് വരും. നിങ്ങൾ പുറത്തോട്ട് ഉപയോഗിക്കുമ്പോൾ മാർക്കപ്പ് ചാർജ് ഉണ്ടല്ലോ, ഇന്റർനാഷണൽ മാർക്കപ്പ് ചാർജ്, ഇതിൽ നമുക്ക് 0.99% മാത്രമേ ഉള്ളൂ. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയും ഇപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ക്വാർട്ടറിൽ നമുക്ക് ഇത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിലാകുമ്പോൾ നമുക്ക് പ്രീവിയസ് ക്വാർട്ടറിൽ 30,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കോംപ്ലിമെന്ററി അക്സസ് ടു ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് അതിന് നമ്മുടെ ഈ ജനുവരി 2025 തൊട്ട് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. മിനിമം സ്പെൻഡ് നമുക്ക് 20,000 രൂപ സ്പെൻഡ് ചെയ്താൽ നമുക്ക് സാധനം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കലണ്ടർ ക്വാർട്ടറിൽ. റെയിൽവേ ലോഞ്ചസ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. 2 റെയിൽവേ കോംപ്ലിമെന്ററി റെയിൽവേ ലോഞ്ചസ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഫ്യൂവൽ സർചാർജ് വേ ഓഫ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. നോർമൽ നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വേ ഓഫ് 400-ൻ്റെയും 5,000-ൻ്റെയും ഇടയിൽ അടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. പിന്നെ AU റിവാർഡ്സ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, റിഡീം യുവർ റിവാർഡ് പോയിന്റ് ഫോർ വെറൈറ്റി ഓഫ് ബെനിഫിറ്റ്. അത് നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് കിട്ടില്ല. നമുക്കത് വൗച്ചേഴ്സ് ആയിട്ടും മെർച്ചൻഡൈസ് ആയിട്ടും മൊബൈൽ ഡീറ്റെയിൽസ് റീചാർജ് ആയിട്ടും ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിംഗ് ആയിട്ടൊക്കെ ചെയ്യാം AU റിവാർഡ്സ് പറഞ്ഞ സൈറ്റിൽ കേട്ടോ. പിന്നെ നമുക്കിതിൽ ചെറുതായിട്ടൊരു എന്താ പറയുക ഇൻഷുറൻസ് ബെനിഫിറ്റും ഉണ്ട്. കാർഡ് ലയബിലിറ്റി കവർ വരുന്നുണ്ട്. അതായത് കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാലോ അത് സംഭവത്തിനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 0 ലയബിലിറ്റി കവർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാർഡ് പ്രൊട്ടക്ഷൻ, അതായത് ഒരു ഓൺലൈൻ ഫ്രോഡുകളിൽ നിന്ന് വരുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനോട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കോൺടാക്ട്ലെസ് കാർഡാണ്, അതായത് NFC കാർഡാണ്, ടാപ്പ് ആൻഡ് പേ ഉണ്ടല്ലോ സംഭവം. പിന്നെ EMI ഫീച്ചേഴ്സ് ഉണ്ട്. 2000 അബോവുള്ള ട്രാൻസാക്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ AU നോമോ കാർഡിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. പിന്നെ ഞാൻ കുറച്ച് ബെനിഫിറ്റ്സുകൾ നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഞാൻ മാഗ്നറ്റ് കാർഡ് അവരിപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ
ഇപ്പോൾ റൂപേ പ്ലാറ്റ്ഫോമിൽ കാർഡ് ഇറക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിസ കാർഡ് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കെയർ ഓഫിൽ നിങ്ങൾക്ക് ബെറ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ സാധനം വേണമെങ്കിൽ IDFC പോകും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഓൺലൈൻ മുമ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ആക്ച്വലി അൺബോക്സ് അടക്കം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട്. അതിൻ്റെ പ്രോബ്ലംസൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ IDFC പോകും കാർഡ് അങ്ങനെ പറയില്ല. പക്ഷേ ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വേണേൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് റെഫറൽ ലിങ്ക് ഞാൻ അതിൻ്റെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ റെഫറൽ ലിങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും പറഞ്ഞ പോലെ തന്നെ സെറ്റപ്പിൻ്റെ അല്ല റെഫറൽ ലിങ്കും ഞാൻ നോമോ കാർഡിൻ്റെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒപ്പം നമ്മൾ 2 കാർഡും മറക്കണ്ട കേട്ടോ. 2 കാർഡും ഇല്ല, 2 ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.